അല്ല, ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ KS പരീക്ഷയെ പറ്റി ഉയർന്നു വന്നിട്ടുണ്ട്, ആരോപണം വന്നിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ മാർക്ക് അറിയാൻ പാടില്ല ഇൻ്റർവ്യൂ നടത്തുന്നവർ. പക്ഷേ ഇവിടെ പല ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നത് പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞിട്ട് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെ, മാർക്ക് കുറഞ്ഞവരെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ളതെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അല്ലല്ല, അത് നോക്കും, പരിശോധിക്കും. അല്ല, അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ആഭ്യന്തര വകുപ്പ് അതിൻ്റെ പരാതികളുടെ ഗൗരവം അനുസരിച്ചുള്ള തീരുമാനമെടുക്കും. ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് അവരുടെ വിവേചനാധികാരമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ. അതെല്ലാം അവർ നിശ്ചയിക്കും, ആഭ്യന്തര വകുപ്പ്. അടുത്ത ഈ ചോദ്യം, തീർച്ചയായിട്ടും അല്ല, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി PSCക്ക് വന്നിട്ടില്ല. PSC എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും സ്വപ്നമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അത് എഴുതി കാത്തിരിക്കുന്നത്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യില്ല. പക്ഷേ അന്വേഷിക്കും, അയാൾ അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ 2-3 ചോദ്യമായി. ഇനി എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങോട്ട്. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ചോദിച്ചോ, 2, 3, 4 പേര് ചോദിച്ചോ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. എന്ത് തെറ്റാണ് സർക്കാർ ചെയ്തത്? അത് പറഞ്ഞല്ലോ, അത് അന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരം 5 മണിക്ക്. അല്ല, ചോദിക്കണം, ഇത് ചോദിക്കണം. ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചു. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ല, അത് ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഞങ്ങളും പഠിക്കണം, നിങ്ങളും പഠിക്കണം. റിപ്പോർട്ട് ചെയ്യുന്നവർ ഒരു 60% മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. പറഞ്ഞു, റിപ്പോർട്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഓഹരി കൈമാറ്റം നടന്നു എന്ന്. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഡെവലപ്മെൻറ്റും ഓപ്പറേഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ്. മനസ്സിലാക്കിക്കൊള്ളാം. ഗവൺമെൻറ്റാണ് ഓണർ. ആ അതോറിറ്റി, അതായത് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ആ അതോറിറ്റിയുടെ അനുവാദമില്ലാതെ അവിടെ 25% ഒരു ട്രാൻസ്ഫറും, അതായത് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതായത് കൺസെഷൻ എഗ്രിമെൻറ്റിലെ 5(3) വളരെ ക്ലിയറാണ്. പ്രിയോർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ്.
ഞങ്ങൾ ഈ നിയമസഭയിൽ ആ നിയമസഭ കൂടി അന്ന് വാർത്ത വരുമ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വെറുതെയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയാമെങ്കിൽ ഞാൻ പറയും എനിക്കറിയാം, പക്ഷേ അവരുടെ ലെറ്റർ വന്നിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞാൽ പോരെ. എനിക്കറിയാം ഇവരിങ്ങനെ നടപടി നടക്കുന്നത് എനിക്കറിയാം, പക്ഷേ അവർ മുൻകൂർ അപ്രൂവലിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കത്ത് തന്നിട്ടില്ല. കത്ത് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, കാരണം ഞങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി? ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. പിന്നെ വന്ന ആരോപണങ്ങൾ മുഴുവൻ എന്താണ്? ഇത് മുഴുവൻ നേരത്തെ അറിയാമായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയായത് മെയ് 18-ാം തീയതിയല്ലേ. ഞാനെങ്ങനെ നേരത്തെ അറിയുന്നത്? പക്ഷെ പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 1 വർഷമായി ഈ വിവാദം വന്നതിന് ശേഷം ഈ അദാനി പോർട്ട് MSEയുമായി 1 വർഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക.